നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഒരു ലേഡീസ് ഓൺലി ട്രിപ്പാണ്, ആൻഡമാനിലോട്ടാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് പറയാം. 3 hours ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് പോർട്ട് ബ്ലെയറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോട്ടലിൽ പോവാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. സീ പോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അത്യാവശ്യം അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ്. ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രൽ ജയിൽ കാലപ്പനി കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ താമസിക്കുന്ന സീ പോർട്ട് ഹോട്ടലിന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് അന്നപൂർണ. അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സെല്ലുലാർ ജയിൽ കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ളതാണ് പ്ലാൻ. ആൻഡമാനിൽ വരുമ്പോൾ ഒരിക്കലും മിസ്സാവാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ഇത്. ചരിത്രം ശ്വാസം മുട്ടിക്കിടക്കുന്ന സ്ഥലം എന്ന് പറയാം. സെല്ലുലാർ ജയിൽ, കാലാപാനി സെല്ലുലാർ ജയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഒരുപാട് പീഡനങ്ങളുടെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഒരുപാട് ശ്വാസം മുട്ടലുകളും ഒരുപാട് വേദനകളും മരമാണ് ഈ ഒരു മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. അപ്പൊ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഈവനിങ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കൂടെ ഉണ്ട്. പക്ഷെ നമുക്കത് മിസ്സായി. എന്തോ കാരണം കൊണ്ട്, എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് ഇന്ന് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ശരിക്കും ഭയങ്കര മിസ്സിംഗ് ആണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അത്രയും നല്ലൊരു ഷോ ആണ് അത്. അപ്പോൾ എന്തായാലും വന്ന് എല്ലാവരും വരുമ്പോൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ സെല്ലുലാർ ജയിൽ. ഇവിടെയാണ് വീർ സാവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും പാർപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. പുള്ളിക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി ആണ് വീർ സാവർക്കർ. അദ്ദേഹത്തോട് ഒരാൾക്കാരോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ, ദിവസങ്ങളോളം ആരുമായിട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ, എണ്ണയാട്ടുന്ന ചക്കിനെ അദ്ദേഹത്തിനെ കൊണ്ട് കാള വലിക്കേണ്ട സ്ഥലത്ത് വീർ സാവർക്കർ ആണ് അത് അദ്ദേഹത്തെ കൊണ്ട് വലിപ്പിച്ച് കയ്യിൽ നിന്നൊക്കെ രക്തം വാർന്നിട്ടും നിർത്താതെ ജോലി ചെയ്യിപ്പിച്ച് അത്രയും കഠിനമായിട്ടുള്ള പീഡനങ്ങളാണ് അദ്ദേഹത്തിന് ഇവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ ജയിലറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളും അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്നത്. അത്രയേറെ പീഡനങ്ങൾ, അത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള ഓരോ ജയിലുകളും ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജയിലുകളുടെ ചുമരുകളിലെല്ലാം അവരുടെ സങ്കടങ്ങളും അവരനുഭവിച്ച ഇത് നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ കൂടെ ഇത് ചരിത്രത്തിന്റെ ഒരു സ്മാരകമായിട്ട്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒരു സ്മാരകമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇത്. അത്രയും നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിന് എത്ര ആൾക്കാരുടെ ഇരുണ്ട ജീവിതങ്ങളാണ് എന്നുള്ളതാണ് ഈ ജയിലുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. 3 പേരെ കൊന്ന് ഇത് താഴോട്ട് അങ്ങനെ വീഴും ബോഡി. ഇങ്ങനെയാണ് ആൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നത്, ഫ്രീഡം ഫൈറ്റേഴ്സിന്. ഇത് സെല്ലുലാർ ജയിലിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ 1943 സുഭാഷ് ചന്ദ്രബോസ് വന്നിട്ട് ആദ്യമായിട്ട് ട്രൈക്കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെയാണ് ട്രൈക്കളർ ഫ്ലാഗ്, ഇതാണ് ട്രൈക്കളർ ഫ്ലാഗ് ആദ്യമായിട്ട് ഹോയിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോർബീൻസ് കോ ബീച്ചിലാണ്. പോർട്ട് ബ്ലെയറിൽ തന്നെയുള്ള ഒരു ബീച്ചാണ്. ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിംഗ്, പാരാസൈലിംഗ്, പിന്നെ ഫാമിലി ബോട്ടിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പോയത് കയാക്കിംഗ് ആയിരുന്നു. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആദ്യം നമുക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും, അവർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സീയുടെ മിഡിൽ വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മുടെ പേടിയൊക്കെ മാറി നന്നായിട്ട് എൻജോയ് ചെയ്തു.